അടുത്തത് റീപ്രൊഡക്റ്റീവ് സൈക്കിളിനെ കുറിച്ച് പറയാണ്. അതിൽ നമ്മൾ പറയുന്നത് മെൻസ്ട്രൽ സൈക്കിൾ എന്നാണ്. നമ്മൾ 2 സൈക്കിൾ പഠിച്ചതാണ്, മെൻസ്ട്രൽ സൈക്കിളും ഈസ്ട്രസ് സൈക്കിളും. അതിൽ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ പ്രൈമേറ്റ്സിൽ വിളിക്കുന്ന പേരാണ് നമ്മളതിനെ മെൻസ്ട്രൽ സൈക്കിൾ. നോൺ പ്രൈമേറ്റ്സിലാണ് നമ്മളതിനെ ഈസ്ട്രസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ഇൻ ഫീമെയിൽ പ്രൈമേറ്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയായിരുന്നു? മങ്കി, ഏപ്പ്, ഹ്യൂമൻ ബീയിങ്സിലൊക്കെ നടക്കുന്ന റീപ്രൊഡക്റ്റീവ് സൈക്കിളിനെ വിളിക്കുന്ന പേരാണ് മെൻസ്ട്രൽ സൈക്കിൾ, ഹ്യൂമൻ ബീയിങ്സ് അടക്കം. അപ്പോൾ ആദ്യം നടക്കുന്ന ആ മെൻസ്ട്രൽ സൈക്കിൾ ആദ്യത്തെ മെനിസ്ട്രേഷന്, ഫസ്റ്റ് മെൻസ്ട്രൽ സൈക്കിളിലെ ഫസ്റ്റ് മെനിസ്ട്രേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെനാർച്ച്. മെനാർക്കാണ് ആദ്യത്തെ മെനിസ്ട്രേഷൻ. അത് പ്യൂബർട്ടി ആകുമ്പോഴാണ് ഫസ്റ്റ് മെനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് മെനിസ്ട്രേഷൻ വിളിക്കുന്ന പേരാണ് മെനാർക്ക്. അത് പ്യൂബർട്ടിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഒരു ഹ്യൂമൻ ഫീമെയിലിൽ മെനിസ്ട്രേഷൻ എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ആവറേജ് ഇൻ്റർവെല്ലിൽ മെൻസ്ട്രൽ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ആവറേജ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് 28 to 29 ഡേയ്സിലാണ്. 28-29 ഡേയ്സിൻ്റെ ആ ഇൻ്റർവെല്ലിലാണ് മെൻസ്ട്രൽ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സൈക്കിൾ എന്ന് പറഞ്ഞാൽ മെൻസ്ട്രൽ സൈക്കിളിൽ ഒരുപാട് ഇവൻറ്റുകളുണ്ട്. സോ ഇവൻറ്റുകളിൽ ഒരു മെൻസ്ട്രേഷൻ തൊട്ട് നെക്സ്റ്റ് മെൻസ്ട്രേഷൻ വരെയുള്ള ഇതിനെ നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ ആണ്. സോ ഈ ഇവൻറ്റുകൾ സ്റ്റാർട്ടിങ് ഫ്രം 1 മെൻസ്ട്രേഷൻ, ആദ്യത്തെ മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് മെൻസ്ട്രേഷൻ തൊട്ട് അടുത്ത മെൻസ്ട്രേഷൻ വരെയുള്ള ആ ഡ്യൂറേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെൻസ്ട്രൽ സൈക്കിൾ. സോ ഇവൻറ്റുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഓവം ഓരോ മെൻസ്ട്രൽ സൈക്കിളിൽ മിഡിലാവുമ്പോൾ, ഒരു ഏകദേശം മിഡിലാവുമ്പോൾ ഓരോ മെൻസ്ട്രൽ സൈക്കിളിലും ഓവം റിലീസ് ചെയ്യുന്നു. ഓവം റിലീസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞതിന് സെക്കൻഡറി ഊസായിട്ട് റിലീസ് ചെയ്യുന്നു. അതാണ് ഓവുലേഷൻ. സോ മിഡ് ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഒരു മിഡിലാവുമ്പോൾ ഓരോ വട്ടവും എന്ത് സംഭവിക്കുന്നു? ഓവം റിലീസ് ചെയ്യുന്നു. ഓരോ മാസവും ഓരോ ഓവം വെച്ച് റിലീസ് ചെയ്യുന്നു. മെൻസ്ട്രൽ സൈക്കിളിലെ ഈ 20-29 ഡേയ്സിൻ്റെ ഇൻ്റർവെല്ലിൽ ഓരോ മാസവും മിഡിലാവുമ്പോൾ അതിൽ നിന്ന് ഓവം റിലീസ് ചെയ്യുന്നു, ഓരോ ഓവം റിലീസ് ചെയ്യുന്നു. ഇനി മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഒരുപാട് ഇവൻറ്റുകളുണ്ട് നമ്മൾ പറഞ്ഞു. ആ ഇവൻറ്റുകൾ നമ്മൾ കാറ്റഗറൈസ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ ഫേസാണ് മെൻസ്ട്രൽ ഫേസ്. ഫസ്റ്റ് ഫേസാണ് മെൻസ്ട്രൽ ഫേസ്. രണ്ടാമത്തെ ഫേസാണ് ഫോളിക്കുലാർ ഫേസ്. അപ്പോൾ ആദ്യത്തെ ഫേസ് മെൻസ്ട്രൽ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെൻസ്ട്രൽ ഫേസിൽ എന്താണ് നടക്കുന്നത്? മെൻസ്ട്രൽ ഫ്ലോ ആണ്. സോ മെൻസ്ട്രൽ ബ്ലീഡിങ് അല്ലെങ്കിൽ മെൻസ്ട്രൽ ഫ്ലോ ആണ് ആദ്യത്തെ ഫേസിൽ നടക്കുന്നത്. അത് അറൗണ്ട് 3 to 5 ഡേയ്സ് ആണ് നടക്കുന്നത്. സോ മെൻസ്ട്രൽ ഫ്ലോ ആണ് മെൻസ്ട്രൽ ഫേസിലെ ആദ്യത്തെ ഇവൻറ്റ്. അത് മെൻസ്ട്രൽ ഫ്ലോ എന്ന് പറയുന്നത് 3 to 5 ഡേയ്സ് ആണ് നടക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ഈ മെൻസ്ട്രൽ ഫ്ലോ അഥവാ മെൻസ്ട്രൽ ബ്ലീഡിങ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഡ്യൂ ടു ബ്രേക്ക് ഡൗൺ ഓഫ് എൻഡോമെട്രിയൽ ലൈനിങ് ഓഫ് യൂട്രസ്. യൂട്രസിലുള്ള എൻഡോമെട്രിയം, യൂട്രസിൻ്റെ ഇന്നർ ഗ്ലാൻഡുലാർ ലെയറാണ് എൻഡോമെട്രിയം എന്ന് പറഞ്ഞിരുന്നു. സോ ഈ എൻഡോമെട്രിയം ലൈനിങ് ബ്രേക്ക് ഡൗൺ ചെയ്ത് അല്ലെങ്കിൽ റപ്ചർ ചെയ്ത് അതോടൊപ്പം ആ യൂട്രസിലുള്ള ബ്ലഡ് വെസൽസും കൂടിച്ചേർന്ന്, സോ എൻഡോമെട്രിയത്തിൻ്റെ ബ്രേക്ക് ഡൗൺ ആ ബ്ലഡ് വെസൽസും കൂടിച്ചേർന്ന് ഇറ്റ് ഫോംസ് എ ലിക്വിഡായിട്ട് വരുന്നു. ആ ലിക്വിഡാണ് വെജൈനയിലൂടെ പുറത്തു വരുന്നത്. ആ ലിക്വിഡാണ് നമ്മൾ പറയുന്ന മെൻസ്ട്രൽ ഫ്ലോ. സോ മെൻസ്ട്രൽ ഫ്ലോ എന്ന് പറയുന്നത് 3 to 5 ഡേയ്സ് നിൽക്കുന്നതാണ്. ഡിപ്പെൻഡ്സ് അപ്പോൺ ഒരു പേഴ്സൺ ടു പേഴ്സൺ, ബട്ട് ഒരു ആവറേജ് പറയുന്നതാണ് 3 to 5 ഡേയ്സ് മെൻസ്ട്രൽ ഫ്ലോ ഉണ്ടായിരിക്കും. കാരണം ഇറ്റ് ഈസ് ഡ്യൂ ടു എൻഡോമെട്രിയം എന്ന ലെയർ, യൂട്രസിൻ്റെ എൻഡോമെട്രിയം എന്ന ലെയർ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ അവിടുത്തെ ബ്ലഡ് വെസൽസും കൂടി പൊട്ടി അത് രണ്ടും കൂടി ഒരു ലിക്വിഡ് ഫോമിൽ വെജൈനയിൽ കൂടെ വരുന്നതാണ് നമ്മൾ വിളിക്കുന്ന മെൻസ്ട്രൽ ഫ്ലോ. ഇനി എപ്പോഴാണ് ഈ മെൻസ്ട്രൽ ഫ്ലോ നടക്കുന്നത്? മെൻസ്ട്രൽ ഫ്ലോ നടക്കണമെങ്കിൽ ഓൺലി ഈ സെക്കൻഡറി ഊസൈറ്റ് അല്ലെങ്കിൽ ഓവുലേഷൻ സമയത്ത് ഓവം പുറത്തേക്ക് വരുന്നുണ്ട്. സോ ഇഫ് റിലീസ്ഡ് ഓവം ഫെർട്ടിലൈസ്ഡ് അല്ലെങ്കിൽ സെക്കൻഡറി ഊസൈറ്റ് അല്ലെങ്കിൽ ഓവം ഫെലോപ്പിയൻ ട്യൂബിൽ എത്തി അവിടെ ഒരു സ്പേമുമായിട്ട് മീറ്റ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ നടക്കില്ല. ഇൻ കേസ് അവിടെ ഓവം റിലീസ് ചെയ്തു, സ്പേമുമായിട്ട് മീറ്റിംഗ് നടന്നില്ല, ഫെർട്ടിലൈസേഷൻ നടന്നില്ല, അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് അവിടെ ഫെർട്ടിലൈസേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ മെൻസ്ട്രൽ ഫേസിൽ ആദ്യത്തെ മെൻസ്ട്രൽ ഫ്ലോ നടക്കുള്ളൂ. അതാണ് ഓൺലി ഇഫ് മെൻസ്ട്രൽ ഫ്ലോ എപ്പോൾ മാത്രമേ നടക്കുള്ളൂ? ഓൺലി ഇഫ് റിലീസ് ചെയ്ത മിഡിലിൽ ഓരോ മാസവും 28-29 ഡേയ്സിൻ്റെ ഇൻ്റർവെല്ലിൽ ഓരോ മാസം ഒരു ഓവം റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ റിലീസ് ചെയ്ത ഓവം ഫെർട്ടിലൈസേഷൻ നടന്നില്ല, ആ ഓവത്തിൽ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? മെൻസ്ട്രൽ ഫ്ലോ നടക്കുള്ളൂ. അതുപോലെ തന്നെ ഇത് നടന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ മെൻസ്ട്രൽ സൈക്കിൾ നടന്നില്ല അല്ലെങ്കിൽ മെൻസ്ട്രൽ ഫ്ലോ നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ്?
ഇവിടെ ലാക്ക് ഓഫ് മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മേ ബി പറയാം ഇൻഡിക്കേറ്റീവ് ഓഫ് പ്രഗ്നൻസി. അതായത് മെൻസ്ട്രൽ ഫ്ലോ നടന്നില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത് മെൻസ്ട്രൽ ഫ്ലോ നടന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സൂചന എന്താണ്? പ്രഗ്നൻ്റ് ആവാം, പ്രഗ്നൻസി നടന്നത്. അതെന്തുകൊണ്ട്? ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടാവാം, ഫെർട്ടിലൈസേഷൻ്റെ നെക്സ്റ്റ് ഇവൻ്റായ പ്രഗ്നൻസിയിലേക്ക് അത് ലീഡ് ചെയ്തിട്ടുണ്ടാവാം. മേ ബി ഇൻഡിക്കേറ്റീവ് ഓഫ് പ്രഗ്നൻസി നടന്നിട്ടുണ്ടാവാമെന്ന് നമുക്ക് ഊഹിക്കാം. അതുമാത്രമല്ല, മെൻസ്ട്രൽ ഫ്ലോ നടന്നില്ലെങ്കിൽ വേറെ ചില കാരണങ്ങൾ കൊണ്ട് മെൻസ്ട്രൽ ഫ്ലോ നടക്കാതിരിക്കാം. സോ സാധാരണ ഒരു പറയുന്ന റീസൺ മേ ബി ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടാവും, പ്രഗ്നൻ്റ് ആയിട്ടുണ്ടാവും, അതുകൊണ്ട് മെൻസ്ട്രൽ ഫ്ലോ നടക്കുന്നില്ല. കാരണം റിലീസ് ഓഫ് ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ മാത്രമേ മെൻസ്ട്രൽ ഫ്ലോ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മെൻസ്ട്രൽ ഫ്ലോ നടന്നില്ലെങ്കിൽ അതിന് കാരണം മേ ബി പ്രഗ്നൻ്റ് ആവാം, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടാവും. അതല്ലാത്ത കാരണങ്ങളും ഒരുപക്ഷെ മെൻസ്ട്രൽ ഫ്ലോ ഇല്ലെങ്കിൽ ഉണ്ടാവും. കാരണം എന്തുണ്ടാക്കിയാൽ ചിലപ്പോൾ സ്ട്രെസ്സാവും, ഒരുപാട് സ്ട്രെസ്സ് വന്ന് നമ്മുടെ ഹോർമോണിൽ ബാലൻസ് വരാം, അല്ലെങ്കിൽ നമ്മുടെ പുവർ ഹെൽത്തോ അല്ലെങ്കിൽ സ്ട്രെസ്സോ ഉണ്ടെങ്കിലും ഈ മെൻസ്ട്രൽ ഫ്ലോ കറക്റ്റായിട്ട് നടന്നില്ല എന്ന് വരാം. അല്ലെങ്കിൽ ഹോർമോണൽ പ്രോബ്ലംസോ ഇംബാലൻസ് ഉണ്ടെങ്കിലും എന്ത് നടക്കില്ല? മെൻസ്ട്രൽ ഫ്ലോ നടക്കില്ല. നോർമലായിട്ടില്ലെങ്കിൽ പ്രഗ്നൻസി അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ പ്രഗ്നൻസി ആവാം. അല്ലെങ്കിൽ ഈ റീസൺസ് കാരണം, സ്ട്രെസ്സ്, പുവർ ഹെൽത്ത് അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് കാരണവും എന്ത് നടക്കാം? മെൻസ്ട്രൽ ഫ്ലോ നടക്കാതിരിക്കാം. അല്ലെങ്കിൽ നോർമലി മെൻസ്ട്രൽ സൈക്കിൾ ആദ്യത്തെ ഫേസ് എന്താണ്? മെൻസ്ട്രൽ ഫേസ് എന്താണ്? എൻഡോമെട്രിയം ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, ബ്ലഡ് വെസൽസും കൂടി വെജൈനയെ കൂടെ ഊസ് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു ലിക്വിഡ് പോലെ വരുന്നു. അതൊരു 3 to 5 days നടക്കുന്നു. രണ്ടാമത്തെ മെൻസ്ട്രൽ സൈക്കിളിലെ ഫേസ് എന്ന് പറയുന്നത് ഫോളിക്കുലാർ ഫേസ്. ആ ഫോളിക്കുലാർ ഫേസിൽ എന്താ നടക്കണമെന്ന് വെച്ചാൽ ഓവറിയുടെ ഉള്ളിൽ വെച്ചിട്ട് പ്രൈമറി ഫോളിക്കിൾസ്, ഓവറിയുടെ ഉള്ളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈമറി ഫോളിക്കിൾസ് ഉണ്ടാവുന്നുണ്ട്. പ്രൈമറി ഊസൈറ്റിന് ചുറ്റും ഗ്രാനുലോസ സെൽസ് ഫോം ചെയ്തപ്പോഴാണ് നമ്മളതിനെ പ്രൈമറി ഫോളിക്കിൾസ് എന്ന് വിളിച്ചത്. സോ പ്യൂബർട്ടി ആകുമ്പോൾ സംഭവിക്കുന്നതാണ് ആ പ്രൈമറി ഫോളിക്കിൾസ്, ഓവറിയിലുള്ള പ്രൈമറി ഫോളിക്കിൾസ് ഗ്രോ ചെയ്ത് വലുതായി അവരെന്തായി? മെച്ചുവേർഡായിട്ട് ഗ്രാഫിൻ ഫോളിക്കിൾസ് ആയിട്ട് മാറുന്നു. അതായത് പ്രൈമറി ഫോളിക്കിൾ സെക്കൻഡറി ഫോളിക്കിൾ ആവുന്നു, സെക്കൻഡറി ഫോളിക്കിൾ ടെർഷ്യറി ഫോളിക്കിൾ ആവുന്നു, ആ ടെർഷ്യറി ഫോളിക്കിൾ ഗ്രാഫിൻ ഫോളിക്കിൾസ് ആയിട്ട് മാറുന്നു. ഇത്രയും ഫോളിക്കുലാർ ഡെവലപ്മെൻ്റ് ആണ് ഈ ഫോളിക്കുലാർ ഫേസിൽ ഓവറിയിൽ വെച്ച് സംഭവിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഉള്ളിലുള്ള പ്രൈമറി യൂസൈറ്റിനും ചേഞ്ചുകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സോ ആ ലെയറുകളിൽ മാത്രം പ്രൈമറി ഫോളിക്കിൾ എന്ത് സംഭവിക്കുന്നു? ഫോളിക്കുലാർ ഫേസിൽ പ്രൈമറി ഫോളിക്കിൾസ്, ഓവറിയിലെ പ്രൈമറി ഫോളിക്കിൾസ് വലുതായി മെച്ചുവറായി അത് ഗ്രാഫിയൻ ഫോളിക്കിൾസ് ആയിട്ട് മാറുന്നു. ആ ഗ്രാഫിയൻ ഫോളിക്കിൾസിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ എന്താണ്? സെക്കൻഡറി യൂസൈറ്റ് ഉണ്ടാവുക. ആ ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടാവുന്നതോടൊപ്പം തന്നെ ഈ ഫോളിക്കുലാർ ഫേസിൽ വേറെ കുറേ ചേഞ്ചസ് നടക്കുന്നുണ്ട്. സൈമൾട്ടേനിയസ് ഒരേ സമയം എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഈ ഫേസിലാണ് എൻഡോമെട്രിയം റപ്ചർ ചെയ്തു, ബ്രേക്ക് ഡൗൺ ചെയ്തു. ഇനി പ്രഗ്നൻസി ഉണ്ടാവും ഇല്ലയെന്ന് അറിയില്ല. സോ ഈ എൻഡോമെട്രിയം അത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. സൈമൾട്ടേനിയസ് ആയിട്ട് ഫോളിക്കിൾസ്, ഓവറിയിൽ ഫോളിക്കിൾസ് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, ഗ്രാഫിയൻ ഫോളിക്കിൾ ആവുന്നതിനൊപ്പം തന്നെ എന്ത് സംഭവിക്കുന്നു? എൻഡോമെട്രിയം, യൂട്രസിൻ്റെ എൻഡോമെട്രിയം റീജനറേറ്റ് ചെയ്യുന്നു. എൻഡോമെട്രിയം തിരിച്ച് ഫോം ചെയ്യാൻ തുടങ്ങുന്നു. റീജനറേഷൻ, ആ ബ്രേക്ക് ഡൗൺ ആയ എൻഡോമെട്രിയം തിരിച്ച് ഫോം ചെയ്യാൻ തുടങ്ങണം. അതാണ് സൈമൾട്ടേനിയസ്ലി എൻഡോമെട്രിയം ഓഫ് ദ യൂട്രസ്. സോ ഓവറിയിൽ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്നു, യൂട്രസിൽ എന്ത് സംഭവിക്കുന്നു? യൂട്രസിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത എൻഡോമെട്രിയം റീജനറേറ്റ് ചെയ്യുന്നു ത്രൂ പ്രോലിഫറേഷൻ. അതുകൊണ്ട് നമ്മൾ ഈ ഫോളിക്കുലാർ ഫേസിന് ഒരു പേര് കൂടി വിളിക്കും, പ്രോലിഫറേറ്റീവ് ഫേസ്. കാരണം എന്ത് സംഭവിക്കുന്നു? എൻഡോമെട്രിയം, യൂട്രസിൽ എൻഡോമെട്രിയം റീജനറേറ്റ് ചെയ്യുന്നു ത്രൂ പ്രോലിഫറേഷൻ. അതുകൊണ്ട് അതിനെ പ്രോലിഫറേറ്റീവ് ഫേസ് എന്ന് പറയുന്നു. അത് പ്രോലിഫറേറ്റ് ചെയ്തുകൊണ്ട് എൻഡോമെട്രിയം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റീജനറേറ്റ് ചെയ്യാം, നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു വരുന്നു. ഈ ചേഞ്ചസ് നടക്കുന്നത് ഓവറിയിലും യൂട്രസിലും വെച്ചിട്ടാണ്. ഓവറിയിൽ എന്ത് സംഭവിക്കുന്നു? പ്രൈമറി ഫോളിക്കിൾ ഗ്രാഫിയൻ ഫോളിക്കിൾ, സെക്കൻഡറി ടെർഷ്യറി അതിൽ ഗ്രാഫിയൻ ഫോളിക്കിളായി മാറുന്നു. യൂട്രസിൽ എന്ത് സംഭവിക്കുന്നു? റപ്ചർ ചെയ്ത ബ്രേക്ക് ഡൗൺ ചെയ്ത എൻഡോമെട്രിയം റീജനറേറ്റ് ചെയ്യുന്നു. സോ ഈ ചേഞ്ചസുകളൊക്കെ ഓവറിലും യൂട്രസിലും മേലും നടക്കണമെങ്കിൽ അവിടെ ഹോർമോണിൻ്റെ ആവശ്യമുണ്ട്. ആ ഹോർമോണുകൾ എന്താണ്? ചേഞ്ചസ് ഇൻ പിറ്റ്യൂട്ടറി ആൻഡ് ഒവേറിയൻ ഹോർമോൺസ്. ഓവറിയിൽ നടക്കുന്ന ഹോർമോൺസ്, ഓവേറിയൻ ഹോർമോൺസും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, പിറ്റ്യൂട്ടറി ഹോർമോൺസും ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ മെച്യൂർ ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറുന്നതും എൻഡോമെട്രിയം പ്രോലിഫറേറ്റ് ചെയ്യണതും റീജനറേറ്റ് ചെയ്യണതും നടക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന ഹോർമോണുകൾ നോക്കിയേ? സെക്രീഷൻ ഓഫ് ഗൊണാഡോട്രോപ്പിൻസ്.
ഗൊണോഡോട്രോപ്പിൻ റിലീസ് നമ്മൾ പിറ്റ്യൂട്ടറി ഹോർമോൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൈപ്പോതലാമിക് ആയിട്ടുള്ള പിറ്റ്യൂട്ടറി ഹോർമോൺസ്. ഗൊണോഡോട്രോപ്പിൻസ് ഏതൊക്കെയാണ്? മെയിലിൽ പറഞ്ഞ പോലെ തന്നെ LH ആൻഡ് FSH, ലൂട്ടിനൈസിങ് ഹോർമോണും ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും. സോ സെക്രീഷൻ ഓഫ് ഗൊണോഡോട്രോപ്പിൻ ആരൊക്കെയാണ്? ലൂട്ടിനൈസിങ് ഹോർമോൺ, ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇവർ രണ്ടുപേരും ഇൻക്രീസ് ആവാൻ തുടങ്ങും. സോ ഈ ഫോളിക്കുലാർ ഫേസിൽ LHഉം FSHൻ്റെയും എമൗണ്ട് കൂടി വരാൻ തുടങ്ങും. ഇൻക്രീസസ് ഗ്രാജുവലി, പതുക്കെ ഇൻക്രീസ് ചെയ്യും. ആ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഡ്യൂറിങ് ദ ഫോളിക്കുലാർ ഫേസ്, ഈ ഫോളിക്കുലാർ ഫേസിൽ ഈ ഗൊണോഡോട്രോപ്പിനായ LHഉം FSHൻ്റെയും എമൗണ്ട് കൂടാൻ തുടങ്ങും. അങ്ങനെ അവരെന്ത് സംഭവിക്കുന്നു? സ്റ്റിമുലേറ്റ് ഫോളിക്കുലാർ ഡെവലപ്മെൻറ്റ്. സോ LHഉം FSHഉം വരുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഫോളിക്കുലാർ ഡെവലപ്മെൻറ്റ്. പ്രൈമറി ഫോളിക്കിൾ മെച്യൂർ ഗ്രാഫിൻ ഫോളിക്കിളായിട്ട് മാറുന്നു. സ്റ്റിമുലേറ്റ് ഫോളിക്കുലാർ ഡെവലപ്മെൻറ്റ്. അതോടൊപ്പം തന്നെ ഹോർമോണും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒവേറിയൻ ഹോർമോൺ നമ്മൾ പറഞ്ഞില്ലേ, സെക്രീഷൻ ഓഫ് ഈസ്ട്രജൻ ബൈ ഗ്രോയിങ് ഫോളിക്കിൾസ്. ഗ്രോയിങ് ഫോളിക്കിൾസോടൊപ്പം തന്നെ ഈസ്ട്രജൻ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഹോർമോണും പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. സോ ഫോളിക്കുലാർ ഫേസിൽ നടക്കുന്നത് പ്രൈമറി ഫോളിക്കിൾ മെച്യൂർ ഗ്രാഫിൻ ഫോളിക്കിൾ ആവുന്നു. യൂട്രസിൽ എൻഡോമെട്രിയം റീജനറേറ്റ് ചെയ്യുന്നു. അതിന് സഹായിക്കുന്നത് ഓവറിയിലും യൂട്രസിലുമുള്ള പിറ്റ്യൂട്ടറി ആൻഡ് ഒവേറിയൻ ഹോർമോൺസുകളാണ്. ഏതൊക്കെയാണ്? ഗൊണോഡോട്രോപ്പിൻസ്, LHഉം FSHഉം. അതിൻ്റെ ഭാഗമായിട്ട് ഫോളിക്കുലാർ ഡെവലപ്മെൻറ്റ് നടക്കുന്നു. അതുപോലെ ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോണും സെക്രീറ്റ് ചെയ്യുന്നു ബൈ ഗ്രോയിങ് ഫോളിക്കിൾസ്. ഇതാണ് രണ്ട് ഫേസുകൾ, മെൻസ്ട്രൽ ഫേസും ആൻഡ് ഫോളിക്കുലാർ ഫേസ്. ഫോളിക്കുലാർ ഫേസിന് വേറൊരു പേര് കൂടി ഉണ്ട് പറഞ്ഞു, പ്രോലിഫറേറ്റീവ് ഫേസ്. ഇനി അടുത്ത രണ്ട് ഫേസുകൾ നമുക്ക് നോക്കാം. മെൻസ്ട്രൽ ഫേസും ഫോളിക്കുലാർ ഫേസും കഴിഞ്ഞ മൂന്നാമത്തെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഫേസാണ് ഓവുലേറ്ററി ഫേസ്. സോ മെൻസ്ട്രൽ സൈക്കിളിൽ ഫ്ലോ ഉണ്ടായിരുന്നു, മെൻസ്ട്രൽ ഫ്ലോ ഉണ്ടായിരുന്നു. ഫോളിക്കുലാർ ഫേസിൽ ഫോളിക്കിൾസ്, പ്രൈമറി ഫോളിക്കിൾ ഗ്രാഫിൻ ഫോളിക്കിളായിട്ട് മാറി. അത് കഴിഞ്ഞിട്ട് ആ മെച്യൂർഡ് ഗ്രാഫിൻ ഫോളിക്കിളായിട്ടാണ് ഫോളിക്കുലാർ ഫേസിൽ നിൽക്കണം. സോ മെൻസ്ട്രൽ ഫേസ് ഫോളോഡ് ബൈ ഫോളിക്കുലാർ ഫേസ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഫേസാണ് ഓവുലേറ്ററി ഫേസ്. സോ ഇപ്പോൾ മെച്യൂർഡ് ആയിട്ടുള്ള സെക്കൻഡറി യൂസായിട്ട് ഗ്രാഫിൻ ഫോളിക്കിളുണ്ട്. ഇനി നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ കുറച്ച് ഹോർമോണൽ ചേഞ്ചസുകൾ നടക്കുകയാണ്. സോ ഓവുലേറ്ററി ഫേസിൽ LH ആൻഡ് FSH ലൂട്ടിനൈസിങ് ഹോർമോണും ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും. ഫോളിക്കുലാർ ഫേസിൽ നമ്മൾ പറഞ്ഞിരുന്നു LH ആൻഡ് FSH ഗൊണോഡോട്രോപ്പിൻസ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഈസ്ട്രജൻസിൻ്റെ സെക്രീഷൻസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ ലെവൽ ഹൈ ആവാൻ, സോ ഇൻക്രീസ് ചെയ്യുന്നതിന് കഴിഞ്ഞാൽ അതിനേക്കാൾ ഹൈ ലെവൽ പീക്ക് ആവാൻ തുടങ്ങി. LHഉം FSHഉം ലൂട്ടിനൈസിങ് ഹോർമോണും ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അറ്റൈൻ എ പീക്ക് ലെവൽ. മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 14th ഡേ അറൗണ്ട് നമ്മൾ പറഞ്ഞ മിഡിൽ ഓഫ് ദ സൈക്കിൾ, മെൻസ്ട്രൽ സൈക്കിളിൻ്റെ മിഡിൽ വെച്ചിട്ട്, മിഡിൽ സൈക്കിളിൽ ആ ഒരു മിഡിൽ ടൈമിൽ ഒരു 14th എന്നൊരു മിഡിൽ ആഗസ്റ്റ് 20 to 29 ഡേയ്സ് ആണ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു മിഡിൽ വെച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 14th ഡേ ഒക്കെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? LHഉം FSHഉം ഒരു പീക്ക് ലെവൽ, ഹൈ പീക്ക് ലെവലിലെത്തണം. ഇൻക്രീസ് ചെയ്ത എമൗണ്ട് പീക്ക് ലെവലിലെത്താൻ തുടങ്ങും. അങ്ങനെ റാപ്പിഡ് സെക്രീഷനാണ് LHഉം FSHഉം വരാൻ തുടങ്ങുന്നത്. അപ്പോൾ റാപ്പിഡ് സെക്രീഷൻ ഓഫ് ലൂട്ടിനൈസിങ് ഹോർമോൺ ലീഡിങ് ടു മാക്സിമം ലെവൽ ഡ്യൂറിങ് മിഡ് സൈക്കിൾ. സോ മിഡ് സൈക്കിളിൽ LHൻ്റെ ലെവൽ മാക്സിമം പീക്ക് ലെവലാകുമ്പോൾ അതിനെ വിളിക്കുന്നൊരു പേരാണ് LH സർജ്. സോ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ മിഡിലിൽ വെച്ചിട്ട്, മിഡിൽ സൈക്കിളിൽ വെച്ചുള്ള മിഡിൽ ഡേയിൽ വെച്ചിട്ടാണ് LH ഒരു പീക്കായിട്ട് സെക്രീറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് അതിനെ വിളിക്കേണ്ട പേരാണ് LH സർജ്. ഇനി LH സർജ് വന്നു കഴിഞ്ഞാൽ ആ 14th അല്ലെങ്കിൽ മിഡിൽ LH സർജ് കൂടിക്കഴിഞ്ഞാൽ, LH അത്രയും പീക്കിൽ എത്തിക്കഴിഞ്ഞാൽ, ലൂട്ടിനൈസിങ് ഹോർമോൺ അത്ര പീക്കിൽ എത്തിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? ഇൻഡ്യൂസസ് റപ്ചർ ഓഫ് ഗ്രാഫിൻ ഫോളിക്കിൾ. സോ ഫോളിക്കുലാർ ഫേസിലുണ്ടായ ഗ്രാഫിൻ ഫോളിക്കിൾ LH കൂടിയപ്പോൾ ഓവുലേറ്ററി ഫേസിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഗ്രാഫിൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തു. അങ്ങനെ സെക്കൻഡറി യൂസൈറ്റ് അല്ലെങ്കിൽ ഓവം റിലീസ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഈ ഇൻ്റർവെല്ലിൽ 20-29 ഡേയ്സിൽ ഓരോ മാസം ഓരോ ഓവം റിലീസ് ചെയ്യണം. അത് അപ്രോക്സിമേറ്റ്ലി മിഡ് ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിളാണ് നമ്മൾ പറഞ്ഞു. അതിൽ ഓവം റിലീസ് ചെയ്യണം. സോ ഓവം റിലീസ് ചെയ്യുന്ന ആ ഫേസാണ് ഓവുലേറ്ററി ഫേസ്. എങ്ങനെയാണ് ഓവുലേറ്ററി ഫേസിൽ ഓവം റിലീസ് ചെയ്യുന്നത്? LH FSHൻ്റെ ലെവൽ പീക്ക് ആവാൻ തുടങ്ങും. മിഡ് സൈക്കിൾ ആകുമ്പോൾ അതിൻ്റെ LHൻ്റെ സെക്രീഷൻ മാക്സിമം സെക്രീറ്റ് ചെയ്ത് അതിൻ്റെ അറ്റൈൻ ചെയ്ത്
മാക്സിമം ലെവലായി മിഡ് സൈക്കിൾ എത്തുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് LH സർജ്. LH സർജ് കാരണം ഗ്രാഫിൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യുന്നു അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ ഉള്ളിലുള്ള സെക്കൻഡറി ഓസൈറ്റ് അഥവാ ഓവം പുറത്തേക്ക് വരുന്നു. അതാണ് ഓവുലേഷൻ അഥവാ ഓവുലേറ്ററി ഫേസ്. ഇനി ഓവുലേറ്ററി ഫേസ് ഫോളോ ചെയ്യുന്നത് അടുത്ത ഫേസാണ് ലൂട്ടിയൽ ഫേസ്. ലൂട്ടിയൽ ഫേസിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഓവുലേഷൻ നടന്നിട്ട് ഓവം പുറത്തേക്ക് വന്നു. അപ്പോൾ റിമൈനിങ് പാർട്സ് ഓഫ് ദ ഗ്രാഫിൻ ഫോളിക്കിൾ, നമ്മുടെ ഗ്രാഫിൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ടാണ് ഓവം പുറത്ത് വന്നത്. അപ്പോൾ റപ്ചർ ചെയ്ത ആ ഗ്രാഫിൻ ഫോളിക്കിളിൻ്റെ ബാക്കിയുള്ള ഭാഗം എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫോം ചെയ്ത് കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറുന്നു. CPL, കോർപ്പസ് ലൂട്ടിയം. സോ റപ്ചേർഡ് ആയിട്ടുള്ള ഗ്രാഫിൻ ഫോളിക്കിൾ, ഓവുലേറ്ററി ഫേസിൽ റപ്ചേർഡ് ആയിട്ടുള്ള ഗ്രാഫിൻ ഫോളിക്കിൾ അടുത്ത ഫേസായ ലൂട്ടിയൽ ഫേസിൽ എന്താകുന്നു? കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറുന്നു. സോ ഗ്രാഫിൻ ഫോളിക്കിൾ ട്രാൻസ്ഫോം ഇൻ ടു കോർപ്പസ് ലൂട്ടിയം, കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറും. ഇനി ഈ കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് കോർപ്പസ് ലൂട്ടിയം. ഇറ്റ് സെക്രീറ്റ്സ് ലാർജ് എമൗണ്ട് ഓഫ് പ്രൊജസ്ട്രോൺ. പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോൺ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ആര്? കോർപ്പസ് ലൂട്ടിയം. സോ CPL പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ആ പ്രൊജസ്ട്രോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പ്രൊജസ്ട്രോണിൻ്റെ ഫങ്ഷൻ. സോ എൻഡോമെട്രിയം മെൻസ്ട്രൽ ഫേസിൽ ബ്രേക്ക് ഡൗൺ ചെയ്തിരുന്നു. ഫോളിക്കുലാർ ഫേസിൽ എൻഡോമെട്രിയം പ്രോലിഫറേറ്റ് ചെയ്തിരുന്നു. ആ പ്രോലിഫറേറ്റ് ചെയ്ത എൻഡോമെട്രിയം കുറച്ചുകൂടി മെയിൻറ്റെയിൻ ചെയ്ത് ഹൈലി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. എൻഡോമെട്രിയം നല്ല, ബിക്കോസ് ഒരു പ്രഗ്നൻസി നടക്കുകയാണെങ്കിൽ എൻഡോമെട്രിയം തിക്കനാവാൻ തുടങ്ങണം. എന്നാൽ ഫെർട്ടിലൈസ്ഡ് ഓവത്തിന് അവിടെ വന്ന് അതിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റൽ ചേഞ്ചസുകളൊക്കെ അവിടെ എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെയുള്ള ഒരു എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻഡോമെട്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? പ്രൊജസ്ട്രോൺ ആണ്. സോ പ്രൊജസ്ട്രോണെ നമ്മൾ പ്രഗ്നൻസി ഹോർമോൺസ് എന്നും കൂടി വിളിക്കും. സോ പ്രഗ്നൻസി ഉണ്ടെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ബൈ മെയിൻറ്റെയിനിങ് എൻഡോമെട്രിയം. സോ എൻഡോമെട്രിയം മെയിൻറ്റെയിൻ ചെയ്യണം. എന്തിനാണ് എൻഡോമെട്രിയം മെയിൻറ്റെയിൻ ചെയ്യണത്? ഇറ്റ് ഈസ് നെസസറി ഫോർ ഇംപ്ലാന്റേഷൻ ഓഫ് ഫെർട്ടിലൈസ്ഡ് ഓവം. ഫെർട്ടിലൈസേഷൻ ഇൻ കേസ് നടക്കുകയാണെങ്കിൽ ആ ഓവത്തിന് ആ ഓവം ആ എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. സോ ഫെർട്ടിലൈസ്ഡ് ഓവം ഇംപ്ലാന്റ് ചെയ്യാനായിട്ട് അവിടെ നല്ലൊരു എൻഡോമെട്രിയം വേണം. സോ എൻഡോമെട്രിയം അങ്ങനെ തന്നെ മെയിൻറ്റെയിൻഡ് ആയിട്ട് കിടക്കണം. അതിന് സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. അത് സെക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ കോർപ്പസ് ലൂട്ടിയമാണ്. കോർപ്പസ് ലൂട്ടിയം എന്തായിരുന്നു? നമ്മുടെ റപ്ചേർഡ് ആയിട്ട് ഗ്രാഫിൻ ഫോളിക്കിളാണ് ട്രാൻസ്ഫോം ചെയ്ത് കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറിയത്. ഈ ലൂട്ടിയൽ ഫേസിൽ ഇങ്ങനെ പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ ലൂട്ടിയൽ ഫേസിനെ സെക്രീറ്ററി ഫേസ് എന്നും കൂടി വിളിക്കും. എന്ത് ഫേസ്? സെക്രീറ്ററി ഫേസ്. സെക്രീറ്ററി ഫേസ്. സെക്രീറ്ററി ഫേസ് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്നത് കൊണ്ട്. ഇനി ഇംപ്ലാന്റേഷന് സഹായിക്കുന്നു. അതെങ്ങനെയാണ്? ഫെർട്ടിലൈസ്ഡ് ഓവം അവിടെ ഇംപ്ലാന്റ് ചെയ്യാൻ പ്രൊജസ്ട്രോൺ സഹായിക്കുന്നു. കാരണം എൻഡോമെട്രിയം നല്ല ഹൈലി ഡെവലപ്പ് ചെയ്തിട്ട് ആ റിസീവ് ചെയ്യാനുള്ള പരുവത്തിലിരിക്കുന്നു. ഇനി അതുമാത്രമല്ല, അങ്ങനെ എൻഡോമെട്രിയം അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഫർദർ ഇവൻറ്റ്സ് ഓഫ് പ്രഗ്നൻസിനെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ബിക്കോസ് ഫെർട്ടിലൈസ്ഡ് ഓവം ഡെവലപ്പ് ചെയ്ത് എംബ്രിയോൺ സ്റ്റേജസിലുള്ള ആ ഡെവലപ്മെൻറ്റ്, ആ ഫീറ്റസിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിന് എൻഡോമെട്രിയം അങ്ങനെ തന്നെ മെയിൻറ്റെയിൻഡ് ആവണം. അതിനൊക്കെ സഹായിക്കുന്നത് ആരാണ്? പ്രൊജസ്ട്രോൺ. സോ പ്രൊജസ്ട്രോൺ ഉണ്ടെങ്കിൽ മാത്രമേ എൻഡോമെട്രിയം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഫെർട്ടിലൈസ്ഡ് ഓവത്തിന് യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യാനായിട്ട് സഹായിക്കുള്ളൂ. അതുപോലെ തന്നെ പ്രഗ്നൻസിയുടെ എല്ലാ ഇവൻറ്റുകളും മാക്സിമം സ്മൂത്തായിട്ട് നടക്കണമെങ്കിലും എന്ത് വേണം? പ്രൊജസ്ട്രോൺ വേണം. അതുകൊണ്ടാണ് പ്രൊജസ്ട്രോനെ പ്രഗ്നൻസി ഹോർമോൺ എന്ന് നമ്മൾ വിളിക്കാം. ഡ്യൂറിങ് പ്രഗ്നൻസി ബാക്കി ഇവൻറ്റുകൾ നമ്മുടെ മെൻസ്ട്രൽ ഫേസ് സൈക്കിളിലെ ബാക്കി ഓൾ ഇവൻറ്റ്സ് ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിൾ എല്ലാ ഇതും സ്റ്റോപ്പ് ചെയ്യുന്നു ആൻഡ് ദർ ഈസ് നോ മെൻസ്ട്രേഷൻ. സോ ഇൻ കേസ് ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ, അവിടെ പ്രഗ്നൻസി നടക്കുകയാണെങ്കിൽ, ആ ടൈമിൽ പ്രഗ്നൻസി ഉണ്ടാവുകയാണെങ്കിൽ മെൻസ്ട്രൽ ഫേസ് അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഒരു ഇവൻറ്റുകളും നടക്കില്ല. അതൊക്കെ തൽക്കാലത്തേക്ക് നിർത്തിവെക്കും. വൺസ് ആ പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി ഓഫ് ദ ബേബി കഴിഞ്ഞിട്ട് പിന്നീട് ആ മെൻസ്ട്രൽ സൈക്കിൾ റീജനറേറ്റിൽ വീണ്ടും ഫോം ചെയ്യുള്ളൂ. ഇനി
നമ്മുടെ ഇംപ്ലാന്റേഷന് സഹായിക്കുന്ന പരുവത്തിലാണ് നമ്മുടെ നിൽക്കുക. എൻഡോമെട്രിയം റെഡി ആയിട്ടിരിക്കുകയാണ്, ഫെർട്ടിലൈസ്ഡ് ഓവത്തിനെ റിസീവ് ചെയ്യാനും ഇംപ്ലാന്റേഷൻ ആയിട്ട് റെഡി ആയിട്ട്. അതായിരുന്നു ലൂട്ടിയൽ അല്ലെങ്കിൽ സെക്രീറ്ററി ഫേസ്. ഇനി അടുത്ത ഫേസിലേക്ക് കിടക്കണം, ന്യൂ സൈക്കിളിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അടുത്ത ഫേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻ കേസ് ഫെർട്ടിലൈസേഷൻ നടന്നില്ല എങ്കിൽ നമ്മളിവിടെ എൻഡോമെട്രിയം റെഡി ആയിട്ട് ഫെർട്ടിലൈസ്ഡ് ഓവത്തിനെ റിസീവ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ്, എവിടെ? യൂട്രസിൽ. ബട്ട് ഫെർട്ടിലൈസേഷൻ നടന്നില്ല, സ്പെർമും ഓവം തമ്മിൽ മീറ്റിംഗ് നടന്നില്ല. അപ്പോൾ ആബ്സെൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ ആണെങ്കിൽ ഉടനെ നമ്മളിവിടെ ഫോം ചെയ്ത കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്ത് പോവും, അത് ഡിസെൻറ്റഗ്രേറ്റ് ചെയ്ത് നശിച്ചു പോവും അല്ലെങ്കിൽ ഇല്ലാണ്ടാവും. കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യും, കോർപ്പസ് ലൂട്ടിയം ഡിസെൻറ്റഗ്രേറ്റ് ചെയ്ത് എൻഡോമെട്രിയവും ഡീജനറേറ്റ് ചെയ്യും. സോ കോർപ്പസ് ലൂട്ടിയം ഇല്ലാണ്ടാവും അല്ലെങ്കിൽ ഡീജനറേറ്റ് ചെയ്യും. കോർപ്പസ് ലൂട്ടിയം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? കോർപ്പസ് ലൂട്ടിയം ആണ് എന്ത് സംഭവിച്ചത്? എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിച്ചത്. സോ കോർപ്പസ് ലൂട്ടിയം പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കോസസ് ഡിസെൻറ്റഗ്രേഷൻ ഓഫ് എൻഡോമെട്രിയം. എൻഡോമെട്രിയം അങ്ങനെ റെഡി ആയിട്ടിരുന്നത് ഫെർട്ടിലൈസ്ഡ് ഓവത്തിനെ റിസീവ് ചെയ്യാൻ, ബട്ട് ഫെർട്ടിലൈസേഷൻ നടന്നില്ല. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്തു. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്തുകൊണ്ട് എൻഡോമെട്രിയത്തിന് അവിടെ ശരിക്കും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എൻഡോമെട്രിയും ഡിസെൻറ്റഗ്രേറ്റ് ചെയ്തു. അങ്ങനെ ലീഡിങ് ടു നെക്സ്റ്റ് മെൻസ്ട്രേഷൻ്റെ അടുത്ത സൈക്കിളിലേക്ക് തുടങ്ങി. നമ്മൾ പറഞ്ഞു ഒരു മെൻസ്ട്രേഷൻ തൊട്ട് അടുത്ത മെൻസ്ട്രേഷൻ വരെയുള്ളതാണ് ഈ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ന്യൂ സൈക്കിൾ. സോ ഒരു മെൻസ്ട്രേഷൻ കഴിഞ്ഞ് അടുത്ത മെൻസ്ട്രേഷനിലേക്ക് തുടങ്ങണം, ന്യൂ സൈക്കിൾ. അങ്ങനെ ന്യൂ സൈക്കിൾ. ഇനി മെൻസ്ട്രൽ സൈക്കിൾ അറൗണ്ട് ഒരു 50 years ഒക്കെ ആകുമ്പോഴേക്കും ഫീമെയിൽസിൽ അത് സ്റ്റോപ്പ് ചെയ്യും, ഇല്ലാണ്ടാവും. അങ്ങനെ ആ സ്റ്റോപ്പ് ചെയ്യുന്ന സ്റ്റേജിനെ വിളിച്ച് പറയുന്നത് മെനാപ്പോസ്. സോ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ പറഞ്ഞിരുന്നു, ഇതാണ് മെനാർക്ക് എന്ന് പറഞ്ഞ സ്റ്റേജാണ്. പ്യൂബേർട്ടി ആകുമ്പോൾ മെനാർക്കാണ് മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈം അല്ലെങ്കിൽ ആ പീരീഡ് വിളിക്കുന്ന പേര്. അതേസമയം മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റോപ്പ് ചെയ്യുന്ന പീരീഡ് വിളിക്കുന്നത് മെനാപ്പോസ്. സോ ഒരു സൈക്ലിക് മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ റിപ്രൊഡക്റ്റീവ് ഫേസുകളാണ്. അതിൽ എക്സ്റ്റെൻഡ് ചെയ്യണത് ഫസ്റ്റ് മെൻസ്ട്രൽ സൈക്കിളായ മെനാർക്ക് തൊട്ട് എക്സ്റ്റെൻഡ് ബിറ്റ്വീൻ അതിൻ്റെ എൻഡിങ് പീരീഡായ മെനാപ്പോസ് ആണ് ഒരു സൈക്ലിക് മെൻസ്ട്രേഷൻ. ഒരു സൈക്ലിക് മെൻസ്ട്രേഷൻ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഒരു നോർമൽ റീപ്രൊഡക്റ്റീവ് ഫേസ്, ഒരു ഫീമെയിലുള്ള നോർമൽ റീപ്രൊഡക്റ്റീവ് ഫേസാണ് ഈ സൈക്ലിക് മെൻസ്ട്രേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് എവിടെ നിന്നോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണേ? മെനാർക്ക് തൊട്ട്, സ്റ്റാർട്ടിങ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ തൊട്ട് എൻഡിങ് ഓഫ് മെൻസ്ട്രൽ സൈക്കിളായ മെനാപ്പോസ് വരെയാണ് അത് നിൽക്കുന്നത്. സോ നമ്മളിവിടെ പറഞ്ഞ ന്യൂ സൈക്കിൾ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്തു പോകണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതെന്തുണ്ടാവുന്നത്? എൻഡോമെട്രിയം ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ഈ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സ്കാർ ഓഫ് ടിഷ്യൂ ഓവറിയിൽ കിടക്കും. അതായത് അത് ഡീജനറേറ്റ് ചെയ്ത് എന്തായിരുന്നു ഈ കോർപ്പസ് ലൂട്ടിയം? ഗ്രാഫിൻ ഫോളിക്കിൾ, റപ്ചർഡായ ഗ്രാഫിൻ ഫോളിക്കിൾ ട്രാൻസ്ഫോൺ ആയിട്ട് കോർപ്പസ് ലൂട്ടിയമായി ഇത് മാറിയത്. ഇനി കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്താൽ അവിടെ ഒരു സ്കാർ ഓഫ് ടിഷ്യൂ ആയിട്ട് വരും. അത് നോക്കിയിട്ട് നമുക്ക് ഒരു ഓവറിയിൽ എത്ര വട്ടം ഈ പറഞ്ഞ ഓവുലേഷൻ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവും. അറൗണ്ട് എത്ര ഏജുള്ള ഒരു ഫീമെയിലാണെന്നും മനസ്സിലാവാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഒരു സ്ത്രീ മരിച്ചു കഴിഞ്ഞാൽ അത് അറൗണ്ട് ഉദ്ദേശം ഇത്ര വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീ എന്നൊക്കെ പറയാൻ പറ്റുന്ന അതിൻ്റെ ഓവറിയുള്ള സ്കാറുകൾ നമുക്ക് കൗണ്ട് ചെയ്യാതെ ഇത്ര ഓവർ നടന്നു ഏകദേശം ഏത് ഏജിലായിരിക്കും മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു അപ്രോക്സിമേറ്റ് ഏജൊക്കെ പറയാൻ പറ്റും. സോ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യുന്നതോടുകൂടി എൻഡോമെട്രിയം ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, നെക്സ്റ്റ് സൈക്കിളിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത്രയാണ് 4 ഫേസുകൾ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിൽ. നമ്മൾ ആദ്യത്തെ പറഞ്ഞു മെൻസ്ട്രൽ ഫ്ലോ പറഞ്ഞു, ബ്ലീഡിങ് നടക്കുന്നു, എൻഡോമെട്രിയം ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. രണ്ടാമത്തേത് പറഞ്ഞു ഫോളിക്കുലാർ ഡെവലപ്മെൻ്റ് ആണ്, ഫോളിക്കുലാർ ഫേസ്. സോ പ്രൈമറി ഫോളിക്കിൾ ഗ്രാഫിൻ ഫോളിക്കിൾ ആവുന്നു. അതോടൊപ്പം തന്നെ ഹോർമോൺസ് ഒവേറിയൻ അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഈസ്ട്രജൻ ഡെവലപ്പ് ചെയ്യുന്നു. മൂന്നാമത്തെ ഫേസ് ഓവുലേറ്ററി ഫേസിൽ എന്ത് സംഭവിക്കുന്നു? LH-ഉം FSH-ഉം എമൗണ്ട് കൂടും. എമൗണ്ട് ഓൾറെഡി ഫോളിക്കുലാർ ഫേസിൽ കൂടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ LH പീക്ക് FSH പീക്ക് ആവാൻ തുടങ്ങും. LH പീക്കിനെ വിളിക്കുന്ന പേരാണ് മിഡിൽ സൈക്കിൾ LH സർജ്. അങ്ങനെ LH സർജ് വന്നു കഴിഞ്ഞാൽ ഈ ഗ്രാഫിൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യുന്നു, ഓവം പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ അടുത്ത ഫേസായ ലൂട്ടിയൽ ഫേസിൽ പറയുന്ന പേര് അല്ലെങ്കിൽ സെക്രീറ്ററി ഫേസിൽ ഈ റപ്ചേർഡ് ഗ്രാഫിൻ ഫോളിക്കിൾ കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറുന്നു. കോർപ്പസ് ലൂട്ടിയം പ്രഗ്നൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. അതുവഴി ഫെർട്ടിലൈസ്ഡ് ഓവം തന്നെ ഇംപ്ലാന്റേഷനും അതുപോലെ പ്രഗ്നൻസിയുടെ ഫർദർ ഇവൻറ്റുകൾക്കും ഹെൽപ്പ് ചെയ്യുന്നു. പ്രൊജസ്ട്രോൺ.
സോ പ്രഗ്നൻസി ഡെവലപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ റിപ്പോർട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മെൻസ്ട്രൽ ഫേസിൻ്റെ ഈ പറഞ്ഞ എല്ലാ ഫേസുകളും സ്റ്റോപ്പ് ആവുന്നു. പിന്നെ പ്രഗ്നൻസിയുടെ ഫർദർ സ്റ്റേജുകൾക്ക് മാത്രം നമ്മുടെ എൻഡോമെട്രിയം റെഡി ആയിട്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ഇൻ കേസ് ഫെർട്ടിലൈസേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എൻഡോമെട്രിയം ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. അത് നെക്സ്റ്റ് മെൻസ്ട്രൽ സൈക്കിളിലേക്ക് തുടങ്ങുന്നു. അങ്ങനെ പുതിയ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ സ്റ്റാർട്ടിംഗ് ആണ് മെനാർക്ക്, എൻഡിങ് ആണ് മെനോപോസ്. ഇത് രണ്ടും ഒരു സൈക്കിൾ മെൻസ്ട്രേഷൻ്റെ ഇൻഡിക്കേറ്ററാണ്. ഒരു നോർമൽ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ഒരു ഫീമെയിൽ നടക്കുന്നുള്ളതിന് ഒരു ഇൻഡിക്കേറ്ററാണ്. ഇത് ഒരു ഓവറിയുടെ സെക്ഷനാണ്. സോ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സെക്ഷൻ ഓഫ് ഓവറിയാണ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യണതും അതുപോലെ അതിൻ്റെ ഓവം റിലീസ് ചെയ്യണതും അത് കഴിഞ്ഞ് ഓവർ റിലീസ് ചെയ്തിട്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഓവറിയിൽ സംഭവിക്കുന്നത്. സോ ഓവറിയുടെ സ്ട്രക്ചറിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ അതിലുള്ള കുറേ ബ്ലഡ് വെസൽസ് കാണാം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു പ്രൈമറി ഊസൈറ്റുകൾ അതിൻ്റെ ചുറ്റും ഗ്രാനുലോസ സെൽസുകൾ. സോ പ്രൈമറി ഊസൈറ്റുകളാണ് ഈ നടുക്ക് കാണുന്നൊക്കെ. അതിൻ്റെ ഉള്ളിൽ പുറത്ത് ഗ്രാനുലോസ സെൽസ് വെച്ച് കവർ ചെയ്തേക്കുക. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ പറഞ്ഞു പ്രൈമറി ഫോളിക്കിൾസ്. സോ പ്രൈമറി ഫോളിക്കിൾസ് എന്ന് പറയുന്നത് ഗ്രാനുലോസ സെൽസ് വെച്ച് കവർ ചെയ്തത്. ഈ പ്രൈമറി ഫോളിക്കിൾസ് വീണ്ടും ചുറ്റും മോർ ഗ്രാനുലോസ സെൽസും തീക്ക സെൽസും ഫോം ചെയ്യുന്നു. അപ്പോൾ അത് സെക്കൻഡറി ഫോളിക്കിൾസുകളായി. ഈ സെക്കൻഡറി ഫോളിക്കിൾസുകൾ വീണ്ടും മോർ തീക്ക സെൽസും തീക്ക എക്സ്റ്റേണ തീക്ക ഇൻറ്റേണ പ്ലസ് ആയിട്ട് ഫ്ലൂയിഡ് ഫിൽഡ് ഒരു ക്യാവിറ്റി ഉണ്ട്. അതാണ് ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി, ആന്ത്രം എന്ന് പറയുന്നത്. ടെർഷ്യറി ഫോളിക്കിൾ ഷോയിങ് ആന്ത്രം, ഇതാണ് ടെർഷ്യറി ഫോളിക്കിൾ ഷോയിങ് ആന്ത്രം. സോ പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, പിന്നെ ടെർഷ്യറി ഫോളിക്കിളിൻ്റെ പ്രത്യേകത അതിലൊരു ആന്ത്രം ഉണ്ട്. അതുപോലെ ഔട്ടർ തീക്ക എക്സ്റ്റേണ തീക്ക ഇൻറ്റേണ ഉണ്ടായിരുന്നു. ഈ ടെർഷ്യറി ഫോളിക്കിൾ മെച്ചുർ ചെയ്ത് ഗ്രാഫിൻ ഫോളിക്കിളായി മാറുന്നു. അതിനുമുമ്പ് നമ്മൾ പറഞ്ഞു ടെർഷ്യറി ഫോളിക്കിളിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മുടെ പ്രൈമറി ഊസൈറ്റ്, ഇവിടെ ഉണ്ടായിരുന്ന പ്രൈമറി ഊസൈറ്റ് എന്തായി മാറുന്നത്, സെക്കൻഡറി ഊസൈറ്റായിട്ട് മാറുന്നത്. അതിൻ്റെ ഡിവിഷൻ സെക്കൻഡറി ഊസൈറ്റ് പോളാർ ബോഡീസ് ആയിട്ട് മാറുന്നു. ഇനി ഈ സെക്കൻഡറി ഊസൈറ്റാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ടെർഷ്യറി ഫോളിക്കിൾ. അത് മെച്ചുർ ചെയ്ത് ഗ്രാഫിൻ ഫോളിക്കിൾ ആവുന്നു നമ്മൾ പറഞ്ഞു. ഈ ഗ്രാഫിൻ ഫോളിക്കിളിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു സോണ പെല്യൂസിഡ എന്ന് പറഞ്ഞൊരു ലെയർ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഗ്രാഫിൻ ഫോളിക്കിൾ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ മിഡിലാകുമ്പോൾ 14th ഡേ ആകുമ്പോൾ ഗ്രാഫിൻ ഫോളിക്കിളിനുള്ള സെക്കൻഡറി ഊസൈറ്റ് അഥവാ ഓവം റെപ്ചർ ചെയ്യുന്നു. സോ ഗ്രാഫിൻ ഫോളിക്കിൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓവം റെപ്ചർ ചെയ്ത് പുറത്തേക്ക് വരുന്നു. ഓവം അതായത് എന്താണ് ഓവുലേഷൻ. അതിനുശേഷം ഓവുലേഷൻ നടന്ന ശേഷം ഈ ഗ്രാഫിൻ ഫോളിക്കിളിൻ്റെ റിമൈനിങ് പാർട്സുകളൊക്കെ എന്തായി മാറുന്നു, കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറുന്നു. റിമൈനിങ് പാർട്സ് ഓഫ് ഗ്രാഫിൻ ഫോളിക്കിൾ ഓവർ റിലീസ് ചെയ്തതിന് ശേഷം എന്തായിട്ട് മാറുന്നു, കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറുന്നു. ഈ കോർപ്പസ് ലൂട്ടിയത്തിൽ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു, പ്രഗ്നൻസിനെ സഹായിക്കുന്നു, ഫെർട്ടിലൈസ്ഡ് ഓവം ഇംപ്ലാന്റ് ചെയ്യാൻ സഹായിക്കുന്നു, എല്ലാ പ്രഗ്നൻസിയുടെ ഇവൻറ്റുകളെയും സഹായിക്കുന്നു ഈ കോർപ്പസ് ലൂട്ടിയം, എൻഡോമെട്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ. ഈ കോർപ്പസ് ലൂട്ടിയം പിന്നീട് ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ ഡീജനറേറ്റ് ചെയ്ത് വേറൊരു സ്കാർ ഓഫ് ടിഷ്യൂ ആയിട്ട് മാറും. ഇതിനെ ഈ സ്കാർ ഓഫ് ടിഷ്യൂവിന് കോർപ്പസ് ആൽബിക്കൻസ് എന്നാണ് പറയുക, കോർപ്പസ് ആൽബിക്കൻസ്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിലാണ് കോർപ്പസ് ലൂട്ടിയം എന്തായിട്ട് മാറുക, ഒരു സ്കാർ ഓഫ് ടിഷ്യൂ അല്ലെങ്കിൽ കോർപ്പസ് ആൽബിക്കൻസ് ആയിട്ട് മാറും. അപ്പോൾ അതായത് അടുത്ത മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഫ്ലോയിലേക്ക് വന്നു. അപ്പോൾ വീണ്ടും അവിടെ പ്രൈമറി ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്നു, ഗ്രാനുലോസ സെൽസ് വരുന്നു, സെക്കൻഡറി ഫോളിക്കിൾസ്, ടെർഷ്യറി ഫോളിക്കിൾ, ആന്ത്രം, പിന്നെ ഗ്രാഫിൻ ഫോളിക്കിൾ. അടുത്തതിൽ വീണ്ടും ആ 14th ഡേ നെക്സ്റ്റ് മിഡ് സൈക്കിളിൽ ഓവം റിലീസ് ചെയ്യുന്നു. ആ റെപ്ചേർഡ് ഗ്രാഫിൻ ഫോളിക്കിൾ കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറും. സോ ഓവറിയുടെ ഉള്ളിൽ ഇത്രയും ചേഞ്ചസുകൾ, ഫോളിക്കുലാർ ഡെവലപ്മെൻറ്റുകളും ഓവം റിലീസ് ചെയ്യുന്നതും അത് കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറുന്നതൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇതാണ് ഒരു ഓവറിയുടെ സെക്ഷൻ എടുത്താൽ കാണാൻ പറ്റുന്ന ഫോളിക്കിൾ ഡെവലപ്മെൻറ്റും ഓവത്തിൻ്റെ റിലീസ്. സോ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഇവൻസുകളാണ് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനായിട്ട് കാണിച്ചേക്കണം. ഒരു ഗ്രാഫിക്കലായിട്ടാണ് അത് റെപ്രസെൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ അതിൽ പിറ്റ്യൂട്ടറി ഹോർമോണിൽ എന്ത് സംഭവിക്കുന്നു, ഓവേറിയൻ ഇവൻറ്റുകൾ എന്തൊക്കെയാണ്, അതുപോലെ ഓവേറിയൻ ഹോർമോണിൽ എന്തൊക്കെ ചേഞ്ചസുകളാണ് സംഭവിക്കുന്നത്, യൂട്രൈൻ ഇവൻറ്റുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ആ ഡ്യൂറേഷൻ, ആ സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ എല്ലാം നമുക്ക് ഒറ്റ സെയിം ഗ്രാഫിൽ കാണാൻ പറ്റും. സോ നമുക്ക് ഫസ്റ്റ് നോക്കാം ഡേയ്സ്. നമ്മൾ പറഞ്ഞു 28 to 29 ഡേയ്സ് പീരീഡ് ഓഫ് ഇൻ്റർവെല്ലാണ് മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ പ്രോസസ്സുകൾ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഫേസുകളും കണ്ടു. മെൻസ്ട്രേഷൻ,
അതായത് മെൻസ്ട്രൽ ഫ്ലോ നടക്കുന്നത് അതിവിടെ കാണിച്ചിട്ടുണ്ട്. മെൻസസ് നമ്മൾ പറയുന്ന ആ ഒരു ഫ്ലോ അതൊരു 3 to 5 ഡേയ്സിലാണ് നോർമലായിട്ട് ഒരു ആവറേജ് നടക്കണേ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് ഡേ ഫോളിക്കുലാർ. സോ 3 to 5 ഡേയ്സ് കഴിഞ്ഞാൽ ഫോളിക്കുലാർ ഫേസ് ആണ്. അവിടെ എൻഡോമെട്രിയം ബ്രേക്ക് ഡൗൺ ചെയ്ത് അവിടെ മെൻസസ് ബ്ലീഡിങ് നടന്നിരുന്നു. അത് പ്രോലിഫറേറ്റ് ചെയ്യാൻ തുടങ്ങി, എൻഡോമെട്രിയം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി, റീജനറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അതാണ് ഫോളിക്കുലാർ ഫേസ്. സോ അപ് ടു 13th വരെ, സോ 5th കഴിഞ്ഞാൽ 6th തൊട്ട് 13th വരെ ഫോളിക്കുലാർ ഫേസ് അല്ലെങ്കിൽ പ്രോലിഫറേറ്റ് എൻഡോമെട്രിയം നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ഒരു 14th 13 കഴിഞ്ഞാൽ 14th ആണ് നമ്മൾ മിഡിൽ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. സോ മിഡിൽ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ വരെ ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നു? യൂട്രൈൻ ഇവൻറ്റുകൾ എന്തായിരുന്നു? 3 to 5 ഡേയ്സ് മെൻസ്ട്രൽ ഫ്ലോ നടന്നു. അതിനുശേഷം ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്തു. അതിവിടെ നമുക്ക് കാണാൻ പറ്റും. ഓവറിയിൽ ഇവിടെ നമ്മുടെ യൂട്രസിൽ ഫോളിക്കുലാർ ഫേസ് നടക്കുമ്പോൾ എൻഡോമെട്രിയം റീജനറേറ്റ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിവിടെ ഓവറിയിൽ കാണാൻ പറ്റും പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി ഫോളിക്കിൾ, മെച്യൂർ ഫോളിക്കിൾ. അതുപോലെ മെച്യൂർ ഫോളിക്കിൾ റപ്ചർ ചെയ്യണ ആ 14th ഡേ ഓവുലേഷൻ വരെ നമുക്ക് കാണാൻ പറ്റും. സോ ഇവിടെ നടക്കുന്ന അതേ ഇവൻറ്റുകൾ ഫോളിക്കുലാർ ഫേസിൽ നമുക്കിവിടെ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്ത് ഗ്രാഫിൻ ഫോളിക്കിൾ വരെ ആവണത് നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് കാണാം ഓവേറിയൻ ഹോർമോൺസുകളും പിറ്റ്യൂട്ടറി ഹോർമോണുകൾക്ക് എന്ത് സംഭവിക്കുന്നു. ഇതേ സമയം നമ്മുടെ ഹോർമോൺ ഈസ്ട്രോജൻ എന്ന് പറഞ്ഞ ഫീമെയിൽ ഹോർമോൺ, പ്രഗ്നൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊജസ്ട്രോൺ ഹോർമോണും ഒരു സാധാരണ ലെവലിൽ അതിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഫോളിക്കുലാർ ഫേസിലൊക്കെ അത് ഒരു നോർമൽ ലെവലിലാണ്. ബട്ട് ആ ഫോളിക്കുലാർ ലെവൽ കഴിഞ്ഞ് 14th ഡേ എത്തുമ്പോഴേക്കും അതിൻ്റെ ലെവൽ മാറാൻ തുടങ്ങും. അതുപോലെ പെട്ടെന്ന് അതിൻ്റെ ഒവേറിയൻ ഹോർമോൺ ഈസ്ട്രോജൻ്റെ അളവും കൂടാൻ തുടങ്ങും. സോ 14th ഡേ ആകുമ്പോൾ ഈസ്ട്രോജൻ്റെ അളവ് കൂടാൻ തുടങ്ങുന്നു. പ്രൊജസ്ട്രോൺ അങ്ങനെ തന്നെ പോകുന്നു. ഇത് കഴിഞ്ഞാൽ മാത്രമേ പ്രൊജസ്ട്രോണിൻ്റെ അളവ്, ഈ 14th കഴിഞ്ഞാൽ മാത്രമേ പ്രൊജസ്ട്രോണിൻ്റെ അളവ് കൂടുന്നുള്ളൂ. അതേസമയം നമ്മുടെ പിറ്റ്യൂട്ടറി ഹോർമോണുകൾ നോക്കിയേ, FSHഉം LHഉം, ലൂട്ടിനൈസിങ് ഹോർമോണും ഫോളിക്കുലാർ സ്റ്റിമുലേറ്റീവ് ഹോർമോണും. ഈ ഫോളിക്കുലാർ സ്റ്റിമുലേറ്റീവ് ഹോർമോണാണ് ഈ റെഡായിട്ട് കാണിച്ചിരിക്കുന്നത്. ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് ലൂട്ടിനൈസിങ് ഹോർമോണാണ്. സോ ഇവരുടെ രണ്ടുപേരുടെയും ഫോളിക്കുലാർ ആൻഡ് ലൂട്ടിനൈസിങ്, ഫോളിക്കുലാർ സ്റ്റിമുലേറ്റീവ് ഹോർമോൺ തന്നെ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഈ പറഞ്ഞ ഫോളിക്കുലാർ ഫേസിൽ ഹെൽപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ലൂട്ടിനൈസിങ് ഹോർമോൺ ഇൻക്രീസ് ചെയ്ത് പെട്ടെന്ന് ഒരു 14th മിഡ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ആകുമ്പോൾ ഇവർ രണ്ടുപേരെയും എമൗണ്ട് കൂടുന്നുണ്ട്. FSHഉം LHഉം അറ്റൈൻ പീക്ക് ആവാൻ തുടങ്ങുന്നുണ്ട്. ബട്ട് ഈ LH മാക്സിമം ലെവലിൽ അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു 14th. ഇതാണ് ഈ LH ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്. LH 14th ഡേ മിഡ് സൈക്കിളിൽ മാക്സിമം പീക്ക് ലെവലിൽ എത്തിയതാണ് LH സർജ്. ഇതാണ് LH സർജ്. ഈ LH സർജിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഗ്രാഫിൻ ഫോളിക്കിൾ, മെച്യൂർ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് എന്ത് സംഭവിക്കുന്നു? ഓവുലേഷൻ. സോ LH സർജിൻ്റെ സമയത്ത് ഓവുലേറ്ററി ഫേസ്, ഇതാണ് ഓവുലേറ്ററി ഫേസ്. ഇവിടെ എഴുതിയിട്ടില്ല, ബട്ട് ഓവുലേറ്ററി ഫേസ് 14th ഡേ ഓവുലേറ്ററി ഫേസ്. LH സർജ് ഗ്രാഫിൻ ഫോളിക്കിൾ മെച്യൂർ ചെയ്ത് ഓവം റിലീസ് ചെയ്യുന്നു, സെക്കൻഡറി ഓവസൈറ്റ് റിലീസ് ചെയ്യുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മുടെ പ്രൊജസ്ട്രോൺ ഓവുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗ്രാഫിൻ ഫോളിക്കിളിൽ നിന്ന് ഓവുലേഷൻ വന്നു കഴിഞ്ഞാൽ ആ റിമൈനിങ് പാർട്സ് ഓഫ് ഗ്രാഫിൻ ഫോളിക്കിൾ എന്തായിട്ട് മാറുന്നു? ഡെവലപ്പിംഗ് കോർപ്പസ് ലൂട്ടിയം, CPL. സോ ഈ റിമൈനിങ് പാർട്സ് എന്തായിട്ട് മാറുന്നു? കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറുന്നു. ഈ കോർപ്പസ് ലൂട്ടിയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നമുക്കിവിടെ കാണാം പ്രൊജസ്ട്രോണിൻ്റെ അളവ് വളരെയധികം കൂടുന്നു. കോർപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞ ഹോർമോൺ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? കോർപ്പസ് ലൂട്ടിയം എന്ത് ചെയ്യുന്നു? പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈസ്ട്രോജനും പ്രഗ്നൻസിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഹോർമോണും ഉണ്ടാകുന്നുണ്ട്. സോ കോർപ്പസ് ലൂട്ടിയം ഡെവലപ്പ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ യൂട്രസിൽ എന്ത് സംഭവിക്കുന്നു? 15, 16, 17 ആ ദിവസങ്ങളിലൊക്കെ ലൂട്ടിയൽ ഫേസ് സെക്രീറ്ററി ഫേസ് എന്ന്, അതായത് കോർപ്പസ് ലൂട്ടിയം ഡെവലപ്പ് ചെയ്ത് പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്ത ഫേസാണ് ലൂട്ടിയൽ ഫേസ് അഥവാ സെക്രീറ്ററി. എന്താ സംഭവിക്കണേ? എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. എൻഡോമെട്രിയം ഇങ്ങനെ ഇരുന്ന എൻഡോമെട്രിയം ഇപ്പോൾ ഹൈലി ഡെവലപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇങ്ങനെ എൻഡോമെട്രിയം ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇഫ് വൺസ് ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ ഇവിടെ ഫെർട്ടിലൈസ്ഡ് ഓവത്തിന് വന്ന് അറ്റാച്ച് ചെയ്ത് നിൽക്കാനുള്ള യൂട്രസിനുള്ള ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ഈ ലൂട്ടിയൽ ഫേസ് അല്ലെങ്കിൽ സെക്രീറ്ററി ഫേസിലൂടെ സംഭവിക്കുന്നത്. അതിനുശേഷം ഇൻ കേസ് ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ കോർപ്പസ് ലൂട്ടിയം റിഗ്രസ് ചെയ്യുന്നു, റീജനറേറ്റ് ചെയ്ത് ഒരു സ്കാർ ഓഫ് ടിഷ്യൂ, ഞാൻ പറയുന്നു കോർപ്പസ് ആൽബിക്കൻസ് പോലെ ഒരായിട്ട് മാറുന്നു. ഈ കോർപ്പസ് ലൂട്ടിയം ഇല്ലെങ്കിൽ ഈ എൻഡോമെട്രിയം ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ കോർപ്പസ് ലൂട്ടിയം ഇല്ലാണ്ടാവുമ്പോൾ ഇവിടെ നമുക്ക് കാണാം നെക്സ്റ്റ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നു.
ഈ എൻഡോമെട്രിയം ഇതേപോലെ തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ തോന്നുന്നു. മെൻസ്ട്രൽ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യാൻ നെക്സ്റ്റ് സൈക്കിൾ ബിഗിൻ ചെയ്യാൻ തുടങ്ങുന്നു. സോ ഒരേ സമയം നമുക്ക് യൂട്രൈൻ ഇവൻറ്റുകൾ 3 to 5 days മെൻസ്ട്രൽ ഫ്ലോ, അതിനുശേഷം ഫോളിക്കുലാർ ഫേസ്, ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്നു. ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് 14th day മിഡ് സൈക്കിൾ ആകുമ്പോൾ ഓവുലേഷൻ നടക്കുന്നു. അത് കഴിഞ്ഞ് കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് എൻഡോമെട്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നു. ബിക്കോസ് കോർപ്പസ് ലൂട്ടിയം എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒവേറിയൻ ഹോർമോണായ പ്രൊജസ്ട്രോണിനെ നന്നായി സെക്രീറ്റ് ചെയ്യുന്നു. അത് എൻഡോമെട്രിയത്തിനെയും പ്രഗ്നൻസിയുടെ ഇവൻറ്റുകളെയും മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. അതിനുശേഷം കോർപ്പസ് ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ കോർപ്പസ് ലൂട്ടിയം റീജനറേറ്റ് ചെയ്യുന്നു, എൻഡോമെട്രിയം ബ്രേക്ക് ഡൗൺ ചെയ്തു, നെക്സ്റ്റ് സൈക്കിൾ ആവുന്നു. അത് നമുക്കിവിടെ ഒവേറിയൻ ഹോർമോണിൽ കാണാം. ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ഒരു നോർമൽ ലെവൽ, ഈസ്ട്രോജൻ്റെ അളവ് കൂടാൻ തുടങ്ങും ഈ പറഞ്ഞ ഫോളിക്കുലാർ ഫേസിലൊക്കെ. പിന്നീട് അത് പ്രഗ്നൻസിയെ സഹായിക്കുന്ന ഹോർമോണായിട്ട് നിലനിൽക്കുന്നു. എന്നാൽ പ്രൊജസ്ട്രോൺ മാത്രം പ്രഗ്നൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ ഹോർമോണായിട്ട് മാറുന്നു. ഓവറിയിലാണെങ്കിൽ അവിടെ ഫോളിക്കിൾസ് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്ത് മെച്യൂർ ഫോളിക്കിൾ ആവുന്നു. 14th ആകുമ്പോൾ ഓവുലേഷൻ നടക്കുന്നു. ഈ ഗ്രാഫിൻ ഫോളിക്കിൾ കോർപ്പസ് ലൂട്ടിയം ആവുന്നു. അത് നടന്നില്ലെങ്കിൽ, ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ ഡീജനറേറ്റ് ചെയ്യുന്നു, കോർപ്പസ് ആൽബിക്കൻസ് ആയിട്ട് മാറുന്നു. പിറ്റ്യൂട്ടറിയിൽ ഇതുപോലെ FSH ഉം LH ഉം ഈ പറഞ്ഞ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലൊക്കെ സാധാരണ പോലെ ഇൻക്രീസ് ചെയ്ത് വന്ന് 14th ആകുമ്പോൾ LH FSHൻ്റെ അറൗണ്ട് കൂടാൻ തുടങ്ങി. രണ്ടും പീക്കാവുന്ന ഓവുലേറ്ററി ഫേസിൽ. ഇതാണ് ഓവുലേറ്ററി ഫേസ്. LH ഏറ്റവും പീക്ക് ലെവലിൽ മാക്സിമം എത്തുമ്പോൾ LH സർജ് എന്നറിയപ്പെടുന്നു. പിന്നീട് ആ ഹോർമോൺ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു. ഇതാണ് എന്തൊക്കെ ഇവൻറ്റുകളാണ് മെൻസ്ട്രൽ സൈക്കിൾ നടക്കുന്നുള്ളതല്ല ഒരു ഗ്രാഫിക്കലായിട്ടുള്ള പിക്ചർ. അത് യൂട്രസിലും ഓവറിയിലും ഒവേറിയൻ ഇവൻറ്റുകളും പിറ്റ്യൂട്ടറി ഹോർമോണിലും എന്തൊക്കെ ചേഞ്ച് ചെയ്യുമെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ഡയഗ്രത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും.